ഹായ്. അപ്പോൾ നമ്മളിന്ന് താമസിച്ച് പോയിട്ടാണ് വീഡിയോ എടുക്കാനായിട്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് മഴവിൽ മനോരമ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞത് ഇപ്പോൾ വീട്ടിലോട്ട് എത്തിയതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ സർപ്രൈസ് ആയിട്ട് ഒരു സാധനം കാണിക്കാമെന്ന് വെച്ചു. എൻ്റെ സർപ്രൈസ് അല്ലാതെ ഇവരുടെ സർപ്രൈസ് ആയിട്ട് കാണിക്കാൻ പോകുന്നത്. ഇവർ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു സാധനം അവർ കഴിക്കാൻ പോവുകയാണ്. അതിൻ്റെ വീഡിയോസുമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്ട്രോബെറി ആയിട്ട് ഞങ്ങൾ തിന്നാൻ വേണ്ടി ഇത് ചെറിയൊരു ഹാർട്ടിന് ഷേപ്പ് ഉണ്ടായിരുന്നു. കുറേ ഉണ്ട് കേട്ടോ. വേണ ഇതപ്പ നമ്മള് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ചോക്ലേറ്റ് മുക്കി തിന്നാനൊക്കെ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് തിന്നാൻ പോണേണ്. ഇതിന് ഏതാണ്ട് 150-180 നമ്മക്ക് ഇത് താല്പര്യമൊന്നുമില്ല, ഇച്ചിരി ഉള്ള കാരണം. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹപ്രകാരം കെഞ്ചി കാല് പിടിച്ച് ലാസ്റ്റ് ഡേ നമ്മൾ സ്ട്രോബെറി മേടിച്ചിരിക്കുകയാണ്. നല്ല ഭംഗിയാണ്, നല്ല റെഡ് കളറിൽ അടിപൊളി കാണാനൊക്കെ. നോക്ക് മക്കളെ, നോക്ക നമ്മുടെ സ്ട്രോബെറി കാണാത്തവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇതാണ് സ്ട്രോബെറി, നീ കാണിച്ചതൊക്കെ പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. സാധനം വിചാരിച്ച പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മധുരമുണ്ട്, പുളിയുണ്ട്, ചെറിയൊരു പുളി, ശകലം പുളികള്, നല്ല മധുരമുണ്ട്. സൂപ്പർ സാധനം. എല്ലാരും ട്രൈ ചെയ്ത് നോക്കും. ട്രൈ ചെയ്തായിരിക്കും നമ്മൾ ആദ്യമായിട്ടാണ്, അപ്പൊ നമ്മളൊന്ന് പറയണമല്ലോ. അതിന്റെ പേര് പറഞ്ഞാണ്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നമുക്ക് ചോക്ലേറ്റ് മുക്കി തിന്നാൻ ഇതല്ല. പിന്നെ ഒരു സാധനം മനസ്സിലുണ്ട്, നമ്മളെ ഡയറി മിൽക്ക് സുന്ദൂരിയാണ് പകുതി നമ്മൾ ഇടുക. വേറെ തുണി ഊരി കളയാൻ പറഞ്ഞാൽ ഉണ്ടാക്കുന്നത്. തുണി ഊരി കളയാം. പിന്നെ ഞങ്ങളുടെ സാധനം മേടിച്ച് പ്ലമ്മാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇത് കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ഈ മറ്റേ കൊറിയൻകാരൊക്കെ ഇങ്ങനെ കറുത്ത ആപ്പിൾ വെച്ചിട്ട് ഇങ്ങനെ മുറിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് കറുത്ത ആപ്പിളാണ്, അതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാം എന്നൊക്കെ ഓർത്ത് മേടിച്ചതാ. ഞാൻ അവിടെ ചോദിച്ചു ഇതിന്റെ പേരെന്താന്ന്. അപ്പൊ ഓരോടനെ പറഞ്ഞോട് ഇത് പ്ലം ആണെന്ന്. അപ്പൊ ഗൈസ് ഞാൻ അവിടെ നിന്ന് ചമ്മിക്കളഞ്ഞ്. അവിടെ കൊറേ പേരുണ്ടായി. ഇത് കെട്ടാൻ കഴിക്കാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ കീറും. ആപ്പിള് പോലെ തന്നെയാണ്. നോക്കൂ ഞാൻ ചേരാൻ ആപ്പിള് പോലെ തന്നെയാണ്. പുളിയാന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. ഉണ്ടാ പുള്ളി മുട്ടായി. പിന്നെ പിന്നെ ഇത് ഒരെണ്ണം മേടിച്ച്, പിന്നെ ഞങ്ങള് മേടിച്ചതാണ് ഗൈസ് ഡയറി മിൽക്ക്. അപ്പൊ നോക്ക് മക്കളെ, നോക്ക് നമ്മുടെ ഡയറി മിൽക്ക് സിൽക്ക് ആദ്യമായിട്ട് നമ്മളെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ കണ്ടോ. നമ്മുടെ ഡയറി മിൽക്ക് സിൽക്ക് കണ്ടില്ലാന്ന് പറയരുത് കേട്ടോ ഗൈസ്, കണ്ടില്ലാന്ന് പറയരുത്. ഈ നോക്ക് മക്കളെ, നോക്ക് നമ്മുടെ ഡയറി മിൽക്ക് സിൽക്ക്. നമുക്ക് ഇത് പൊട്ടിക്കാം. ഇതിനൊക്കെ ഇതാണ് ഞങ്ങൾക്ക് ഇത്. പക്ഷെ ഞങ്ങളിത് ഇങ്ങനെ 10ന്റെ ചെറിയ പക്ഷെ നമ്മളിതിന്റെ നട്ട്സ് ഒക്കെ ഉണ്ട്. ഡയറി മിൽക്ക് സിൽക്കാണ് കഴിച്ചു. നമുക്ക് ട്രൈ ചെയ്യാം. അടിപൊളിയായിട്ട് മുറിക്കാം, അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഇത്. അപ്പൊ നമ്മൾ സൂക്ഷിച്ചു വെക്കാനായിട്ടുള്ള രീതിയിൽ വേണം പൊളിക്കാൻ. ഇപ്പൊ പറയോ പൊളിച്ചു പറയോ, അതേപോലെ നമ്മൾ എടുക്കണം. സൂക്ഷിച്ചു വെക്കോ ഇനി നമ്മുടെ ആഗ്രഹിച്ച് മേടിച്ച സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ഇതിന്റെ സ്ട്രോബെറിയുടെ ഇല്ലേ ഈ മേളിക്കുന്ന സാധനം കണ്ട, അത് നമ്മൾ സൂക്ഷിച്ചു വെക്കും. നമ്മുടെ ഓരോ ഓർമ്മകളാണത്. ഇതിന്റെ എവിടെ നിന്നെടുത്ത് മാറ്റി വെക്കും അറിയില്ല. കുരു നമുക്ക് കുരു മാറ്റി വെക്കാം.
ഇത് ഈ പാക്കിങ് മാത്രമല്ല ഉള്ളത്. ഇതേ ഇതിനകത്തൊരു പാക്കിംഗ് ഉണ്ട്. നമുക്ക് അത് ഞാൻ ഓൾറെഡി പൊളിച്ചു കഴിഞ്ഞു. ഇവിടെ കൊതിമൂത്ത് പൊട്ടിച്ച് കഴിഞ്ഞ് നമ്മള് പൊട്ടിക്കണതേ ഉള്ളു. കൊതിയില്ല. അയ്യോ അപ്പൊ പോയെന്ന് കേട്ടോ വൈസ്. ഡയറി മിൽക്ക് കേട്ടോ വൈസ്. ഇത് നമുക്ക് തിരിച്ചിടാം കേട്ടാ. അതൊക്കെ എടുത്തില്ലെങ്കിൽ അതിൻ്റെ എസ്സൊക്കെ പറഞ്ഞു പോകും. അപ്പൊ നമുക്ക് മോനെ എൻ്റെ മോനെ പൊളി പൊളി പൊളി. ഇപ്പൊ തന്നെ അടിച്ച് വെറുതെ എന്നെ സിൽക്കെന്ന് പറയണം. വേഗം വലിച്ചു പോകുന്നു. പൊട്ടിച്ചാടി നമ്മളിപ്പോൾ പൊട്ടിച്ചിരിക്കണം. ഇതിനകത്ത് നട്ട്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിനകത്ത് വരച്ചിട്ടുള്ളത്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ശരി കഴിച്ച് നോക്കാം. വായിടുമ്പോ തന്നെ അലിഞ്ഞു പോകണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സുണ്ടുവിനുണ്ടോ? എന്നിട്ട് സുണ്ടു നമ്മളോട് ആമ്പളക്കണം കണ്ടോ ഗൈസ്. അവളുടെ ഞാൻ പൊളിച്ചു തരാം നിനക്ക്. കിസ് മീ. അയ്യോ ഇതൊക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. നമ്മൾ ഈ ഡയറി മിൽക്ക് 10ന്റെ എണ്ണം തിന്നുന്നതൊക്കെ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. ഈ അമ്മയും അച്ചായും കൂടെ എല്ലായിടത്തും കത്തിച്ച് കളഞ്ഞു ഗൈസ്. എന്ത് പറയാന്ന് പറ. ഇത് ഞാൻ കത്തിക്കാൻ സമ്മതിക്കില്ല. ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കും. ഇതെന്റെ ഓർമ്മകളാണ്. ഞാൻ വലുതായി കഴിയുമ്പോൾ എല്ലാരെയും കാണിക്കും. ഞാൻ എൻ്റെ +1 ഒക്കെ ആയി കഴിയുമ്പോൾ ഞാൻ പറയും ഇത് ഞാൻ ഫസ്റ്റ് തിന്ന ഡയറി മിൽക്കാണ്. ഇത് ഞാൻ ഫസ്റ്റ് തന്ന ഡയറി സ്ട്രോബെറിയുടെ ഇതാണെന്നൊക്കെ പറയും കേട്ടോ ഗൈസ്. അപ്പൊ നമ്മള് അങ്ങനെയൊക്കെ പറയാനാണ് നമ്മുടെ ആഗ്രഹമായിരിക്കുന്നു. ഡയറി മിൽക്ക് സ്ട്രോബെറി. ഞങ്ങള് സ്കൂളിൽ നിന്ന് ഊട്ടിക്ക് ടൂർ പോയപ്പോലെ ഞങ്ങളുടെ കൂട്ടുകാരി മേടിച്ചായിരുന്നു. പക്ഷെ ഞങ്ങളത് കണ്ടില്ല. ഇത് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളത് കണ്ടില്ല. അവിടെ വന്നിട്ട് ഞങ്ങളുള്ള ചോക്ലേറ്റ് മുഴുവൻ മേടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു ഗൈസ്. എന്നിട്ട് ഈ സ്ട്രോബെറി അവള് മേടിച്ചോണ്ട് പോവുകയും ചെയ്തു. ഞങ്ങള് കണ്ടില്ല. എന്നിട്ട് ഞങ്ങള് വീട്ടിലെ സങ്കടപ്പെട്ട് മൂഖതയായിട്ട് ഇങ്ങനെ പോന്നു. അവളോട് എടി ഒരെണ്ണം താടി കഷ്ടപ്പെട്ട് ചോദിച്ച് അവളാണ് ഏറ്റവും ചെറുതെടുത്ത് തന്നിരിക്കുന്നത്. അവള് തന്നതാണ് ചെറുത്. അതിന്റെ ടേസ്റ്റ് നോക്കാൻ പോലും ഇല്ലായിരുന്നു. അത്ര ചെറുത് തന്നേക്കാണ്. എന്നിട്ട് എന്റെ ടേസ്റ്റ് ഒന്നും മനസ്സിലായില്ല. എന്നിട്ട് ടേസ്റ്റ് ഞങ്ങള് കരഞ്ഞ് കാല് പിടിച്ച് ഇപ്പോൾ മമ്മിയുടെ ഇതില് മേടിച്ചിരിക്കുകയാണ്. ഞാനും അതിട്ടാണ് കേട്ടോ സ്ട്രോബെറി. ഇവരെ കുറെ ദിവസമായി എന്നോടത്ത് പറയണത് അമ്മ ഒരു സ്ട്രോബെറി മേടിച്ചത് അമ്മ മേടിച്ചതാന്ന്. അപ്പൊ ഞങ്ങള് ഷൂട്ട് കഴിഞ്ഞ് വന്ന സമയത്ത് അവിടെ കണ്ടു. കാണുമ്പോൾ പിന്നെ എൻ്റെ മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടോ. ഒരു സ്ട്രോബെറി മേടിച്ചു കൊടുത്തു. സ്ട്രോബെറി മേടിച്ചു. പിന്നെ ഡയറി മിൽക്ക് സിൽക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എപ്പോഴും പറയുമായിരുന്നു. അപ്പം അതും മേടിച്ചു കൊടുക്കാൻ പറ്റി. പിന്നെ ഇന്ന് എൻ്റെ ഷൂട്ട് കഴിഞ്ഞു. 15 പക്ഷെ 15 ആണെങ്കിലും വൈബ് എപ്പിസോഡായിരിക്കും എൻ്റെ എപ്പിസോഡ്. സങ്കടവും കരച്ചിലും ചിരിയും കാര്യങ്ങളും എല്ലാം ആയിട്ട് പോയി. പിന്നെ മഞ്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ എന്നാന്ന് ചോദിച്ചാൽ സുതിമോളെ 15 ആയെന്ന് ഓർത്ത് നീ വിഷമിക്കേണ്ട. എനിക്ക് പറഞ്ഞ കമൻറ്റ് ബമ്പറിൻ്റെ ഒപ്പം നിൽക്കുന്ന സ്കിറ്റായിരുന്നു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ ഒരു ഒറ്റ കൗണ്ടർ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായേനെ. ആ സാരമില്ല, 15 അടിച്ചാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതുപോലെ നല്ലതായിരിക്കും എൻ്റെ എപ്പിസോഡ് ഇന്ന്. ആ വഴി ഞങ്ങൾ തുറവൂര് വരെ പോയി. ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അത് ആഘോഷപരമായിട്ട് കൂടി സന്തോഷമായിട്ട് ഇരിക്കുന്നു അല്ലേ. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക. താങ്ക് യു.